89.6 FM Sargakshetra SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. എല്ലാവർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു ഈസ്റ്റർ ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഹോട്ട്സ്പോട്ട് തുടങ്ങുവാണ്. കൂടെ വിനുവാണുള്ളത്. നമ്മൾ ഒരുപാട് നാളുകളായി ചർച്ച ചെയ്തു തുടങ്ങിയ ഒരു സിനിമയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഈ സിനിമ എന്നാണാവോ പുറത്തിറങ്ങാൻ പോകുന്നത് എന്നൊരു ചിന്ത ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം കൃത്യമായിട്ട് പ്രതീക്ഷകൾക്ക് ഉത്തരവുമായി ഈസ്റ്റർ കാലത്ത് റിലീസ് ചെയ്തിരിക്കുന്നു ആടുജീവിതം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരുപാട് പേരുകളിലേക്ക് നമ്മളുടെ ചിന്തകളെല്ലാം ചെല്ലും. ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ആടുജീവിതത്തിന്റെ അമരക്കാരനാണ്, ബ്ലസ്സി സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് മലയാളികൾക്ക് മുൻപിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബ്ലസ്സി എന്ന ഒറ്റ പേര് മാത്രം മതി. അദ്ദേഹം ഇതുവരെ എടുത്ത എല്ലാ സിനിമകളും അതിലെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നമ്മളുടെ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രങ്ങളും എല്ലാം ലിസ്റ്റായിട്ട്, അതായത് 1 by 1 ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്രത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള പ്രതിഭാശാലിയായ സംവിധായകൻ ബ്ലസ്സിയാണ് ഇന്ന് നമ്മളോട് കൂടെ ആടുജീവിതത്തിന്റെ കഥകളുമായി ഈസ്റ്റർ ദിനത്തിൽ എത്തിയിട്ടുള്ളത്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ സർഗക്ഷേത്ര 89.6 FM ഈസ്റ്റർ ദിവസം സ്വാഗതം ചെയ്യുകയാണ്. ബ്ലസ്സി സാർ, വെൽക്കം ടു സർഗക്ഷേത്ര 89.6 FM. ഗുഡ് മോർണിംഗ് സാർ, നമസ്കാരം. ഒരുപാട് ഈസ്റ്റർ ആശംസകൾ ആദ്യം തന്നെ ആശംസിക്കുവാണ്. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഈസ്റ്ററിന്റെ ഏറ്റവും നല്ല നവ്യ അനുഭവങ്ങളുള്ള ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം സാർ. ഇന്നത്തെ ഒരു ദിവസം ശരിക്കും ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും പല മീഡിയാസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ ഈ ഈസ്റ്റർ ദിവസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടി സാറിനെയും സാറിൻ്റെ വിലപിടിച്ച സമയവും നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ സാറ് കാണിച്ച വലിയ മനസ്സിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ ഹോട്ട്സ്പോട്ട് ആരംഭിക്കുകയാണ്. സർഗക്ഷേത്ര 89.6 FM ആണ്. SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 89.6 FM Sargakshetra SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. ഈസ്റ്റർ സ്പെഷ്യൽ ഹോട്ട്സ്പോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. സംവിധായകൻ ബ്ലസ്സി സാറുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ. സാർ, ഇപ്പോൾ നമ്മൾ ഈസ്റ്റർ ദിനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈസ്റ്റർ ദിനങ്ങളും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് സാറിൻ്റെ ജീവിതത്തിൽ. ഉറപ്പായിട്ടും ഈ ഈസ്റ്ററിന് പ്രത്യേകതകൾ അല്പം കൂടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം അല്പം കൂടി കൂടിയ ഒരു ഈസ്റ്റർ ആയിരിക്കും. എന്തൊക്കെയാണ് ഈ ഈസ്റ്റർ സന്തോഷങ്ങൾ സാറിൻ്റെ? എനിക്ക് ഈസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശ ആഴ്ചകൾ, ഈ നോമ്പിന്റെ കാലം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളാണ്. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഈ നോമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനിപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വിവിധ സ്ഥലങ്ങളായിട്ട് ബോംബെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഇതിന്റെ ഒരു നോമ്പിന്റെ കാലങ്ങളിൽ കൂടെ തന്നെയാണ് ഞാൻ എന്നെ ഒരുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് എന്താ പറയാ അനുഗ്രഹങ്ങള്, പ്രാർത്ഥനകളൊക്കെ വേണ്ടിയ ഒരു സമയം കൂടെയാണല്ലോ നോമ്പ് കാലം എന്ന് പറയുന്നത്. അത് ഞാൻ കൂടുതൽ ഈ ആടുജീവിതത്തിന് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നോമ്പിന്റെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമുക്ക് കൂടുതൽ ആത്മീയമായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനുള്ള ഒരു കാലം കൂടിയാണ്. കാരണം നമ്മുടെ ഒരു പ്രത്യാശയാണ് ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളും. ക്രൈസ്റ്റിനെ നമ്മൾ അതിലേക്ക് അദ്ദേഹത്തിന്റെ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് എത്ര പീഡനങ്ങളിൽ കൂടെ കടന്നു പോവുകയും നിന്നെയും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന ആവുമ്പോഴും നമ്മളുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ ഉയർപ്പിലൂടെ. അത് വളരെയധികം നമ്മുടെ ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് പീഡനങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് എത്തുക, തമ്പുരാനെ കൂടുതൽ അറിയാനും വിളിക്കാനും അതിൽ നിന്ന് വചനത്തിലൂടെ അനുഭവിക്കുവാനും ഒക്കെയാണ് കഴിയേണ്ടത്. അതിനും കൂടെയുള്ള ഒരു ഒരുക്കമാണ് എന്നാണ് പറയാം. ആ ഒരുക്കം എനിക്ക് ഒരുപാട് പലപ്പോഴും തകർന്നു പോകാവുന്ന
ചിതറിപ്പോകാവുന്ന ഒരുപാട് പ്രയാസങ്ങളും കൂടെ കടക്കുമ്പോൾ എന്നോട് പറയുന്ന വചനങ്ങൾ എനിക്ക് ഒരുപാട് ബലമായിട്ടുള്ള അനുഭവം. ഇതൊരു സാക്ഷ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. ഓക്കെ സാർ, എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഈ നോമ്പ് കാലത്തെയും അതിനുശേഷം വരുന്ന ഈസ്റ്റർ കാലത്തെയൊക്കെ പറ്റി ഇത്രത്തോളം ആഴത്തിൽ സാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് അതൊരു പ്രചോദനമാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ ആളുടെ ജീവിതത്തിന്റെ കഥകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. നമുക്കിനി ഞാൻ കുറച്ച് പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ സാർ ഒരു മാസമായിട്ട് പലയിടങ്ങളിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് 16 വർഷം പിറകിലേക്ക്. സാധാരണ സാർ ഇപ്പോൾ ഒരുപാട് സംവിധായകർ നമുക്ക് ചുറ്റുമുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ ലോകവ്യാപകമായി നിരവധി സംവിധായകരുണ്ട്. വേഗത്തിൽ സിനിമ എടുക്കുന്നവരും സമയമെടുത്ത് സിനിമ എടുക്കുന്നവരും അങ്ങനെ ഒത്തിരി തരത്തിലുള്ള സംവിധായകരുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം ഒരു സിനിമയായി കാണണം അല്ലെങ്കിൽ സിനിമയാക്കിയാലോ എന്നുള്ളൊരു ആലോചന സാറിന്റെ മനസ്സിലെത്തിയിട്ട് ഏകദേശം ഒരു 16 വർഷത്തോളമായില്ലേ? അതെ, അതായത് 2008 പുസ്തകത്തിന്റെ അവസാനത്തിൽ ഇറങ്ങുന്നത്. 2008-2009 കാലത്താണ് ഞാൻ പുസ്തകം 9 പുസ്തകം വായിക്കുകയും അതിന്റെ ആദ്യ വായനയിൽ തന്നെ ഇത് വായിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ രവിവർമ്മ തമ്പുരാൻ, എഴുത്തുകാരനായ രവിവർമ്മ തമ്പുരാനാണ് എനിക്ക് പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ദൃശ്യ സാധ്യതയുള്ള ഒരു നോവൽ എന്നുള്ള രീതിയിലാണ്. അതിന്റെ അത്തരത്തിലുള്ള സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു നോവൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം അയച്ചു തന്നൊരു നോവലും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യ വായനയിൽ തന്നെ ഇതിന്റെ ദൃശ്യ സാധ്യതകൾ മനസ്സിലേക്ക് എത്തിക്കൊണ്ട് തന്നെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സിനിമയായി മാറുന്നതിനെ കുറിച്ച് പ്രാഥമികമായി തന്നെ ആദ്യ വായനയിൽ നമ്മൾ തീരുമാനമെടുക്കുകയുണ്ടായി. ഓക്കെ, SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. ഈ 15 വർഷത്തോളം ഒരു സിനിമയുടെ പിന്നിൽ അതിൻ്റെ കഥയും അതിൻ്റെ കഥാപാത്ര രൂപീകരണമൊക്കെ ആയിട്ട് ഉള്ള ഒരു യാത്രയായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്കെങ്കിലും സാറിന് ഇപ്പോൾ സബ്ജക്റ്റ് ഇതല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായിരുന്നെങ്കിൽ ഇതൊരു കുറച്ചുകൂടി സമയം കുറച്ച് തീർക്കാമായിരുന്നല്ലോ, അത്തരം ചിന്തകളൊക്കെ ഉണ്ടാകുമായിരിക്കും. എങ്ങനെയാണ്? അല്ല, ഞാൻ എന്റെ എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ ഞാൻ കാണാത്ത ഒരു സിനിമ അല്ലെങ്കിൽ പുതുതായിട്ടൊരു സിനിമ എനിക്ക് പറയണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അത് സിനിമയിലേക്ക് ഞാൻ എത്താറുണ്ട്. അപ്പൊ അതിന് പറ്റിയ ഒരു വിഷയം ഞാൻ തെരഞ്ഞെടുത്തപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും, പ്രത്യേകിച്ച് സാധാരണ ഒരു ലൊക്കേഷൻ അല്ല, സാധാരണ രീതികളല്ല, കഥാപാത്രങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു അവസ്ഥകളുണ്ട്. അത് ഷൂട്ട് ചെയ്യേണ്ട കാലം ഒക്കെയുണ്ട്. അപ്പൊ ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യങ്ങളുണ്ട്. സാധാരണ ഒരു സിനിമയുടെ ദൈർഘ്യത്തിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന് ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ബോധ്യം ഉണ്ടാകുകയും ഇതിന് പല ഷെഡ്യൂളുകളായിട്ട് ചെയ്യണം. എന്നാലും ഒരു 2-3 വർഷത്തിനുള്ളിൽ തീരുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കേണ്ടി വന്നു. പിന്നെ അതിനു വേണ്ടി ഒരു നിർമ്മാതാവിനെ കണ്ടെത്തണം, അതിന്റെ ലൊക്കേഷനുകൾ കണ്ടെത്തണം. ഇവിടെയെല്ലാം ആണ് ആദ്യകാലങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ സാറ് സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു, പ്രൊഡ്യൂസർ വരുന്നു. ഇതിനെല്ലാം ശേഷമാണോ സാറ് ഈ കഥാപാത്രത്തെ ആരവതരിപ്പിച്ചാലായിരിക്കും ഏറ്റവും നമുക്ക് അനുയോജ്യമായി ആളുകളിലേക്ക് ആ ഒരു കഥാപാത്രത്തിന്റെ ആഴം എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, ഇതൊരു സിനിമയായി ചെയ്യണം, ചിത്രീകരിക്കണം എന്നുള്ള തീരുമാനം എടുത്ത
ആ സമയങ്ങളിൽ തന്നെയാണ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. കാരണം ഇതിന് വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു നടനെ വെച്ച് നമുക്ക് ഒരു ഇത്ര വലിയൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ഒരു വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം, ഫിസിക്കലി വലിയ ട്രാൻസ്ഫോർമേഷൻസ് ആവശ്യമുള്ള ഒരു കഥാപാത്രം. അത് ഒക്കെ അതിനകത്ത് തയ്യാറാകുന്ന ഒരു വളരെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ആ രീതിയിൽ ആണ് പൃഥ്വിരാജിലേക്ക് എത്തുന്നത്. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. അങ്ങനെ ആടുജീവിതം സിനിമയാക്കാൻ തീരുമാനിക്കുകയാണ്. ആടുജീവിതത്തിന്റെ കഥാപാത്രമായിട്ട് സാറ് മനസ്സിൽ പൃഥ്വിരാജിനെ കാണുന്നു. എന്നിട്ട് സബ്ജക്റ്റിനെ പറ്റി പൃഥ്വിരാജിനെ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? ഉറപ്പായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, അത് നമ്മൾക്കറിയാം. എന്നാലും സാറ് ഈ കഥാപാത്രത്തിന്റെ ഒരു ഡെപ്തിനെ പറ്റിയും. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മലയാളികളുടെ ഇടയിൽ ഈ പുസ്തകം വളരെ പോപ്പുലർ ആവുകയും അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്, തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏതൊരാൾക്കും മോഹിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അതെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് 2 പ്രാവശ്യം ആലോചിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഓക്കെ. എന്നിട്ട് പിന്നീട് ഈ കഥാപാത്രത്തെ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് സിനിമയുടെ ഷൂട്ടിംഗ് ടൈപ്പ് ഓഫ് കാര്യങ്ങളിലേക്ക് എത്താൻ വീണ്ടും എത്ര നാൾ കൂടി എടുത്തു? ഇതിന്റെ ബാക്കി പിന്നണി പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണല്ലോ ഇപ്പോൾ ഒരുപാടിടങ്ങളിൽ ഒത്തിരി. 2016 ഞാൻ ഇതിന്റെ തിരക്കഥ പൂർത്തിയാക്കുന്നത്. 2016 അല്ലെ? ഓക്കെ. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ പല ലൊക്കേഷനുകളുടെ അന്വേഷണങ്ങളും ഒക്കെ നടന്നിരുന്നു. രാജസ്ഥാനിലും ഒക്കെ അതിന്റെ ലൊക്കേഷൻ നോക്കി നമ്മൾ പലയിടത്തും നമ്മൾ സഞ്ചരിക്കുകയും അതിന്റെ റിസർച്ചുകളൊക്കെ നടന്നിരുന്നു. പിന്നീട് 2017 കാലഘട്ടത്തിലാണ് അതിന്റെ മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങൾ, മ്യൂസിക് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നീഷ്യൻസിന്റെ മറ്റു കാര്യങ്ങളെയൊക്കെ ചേർക്കുന്നത്. 2018 സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് പിന്നെ 19 വിദേശത്തേക്ക് പോയത്? 2019 ജോർദാനിലെ ആദ്യത്തെ ഷെഡ്യൂൾ ജോർദാൻ, മരുഭൂമിയിലെ ആദ്യ ഷെഡ്യൂൾ വന്നത് ജോർദാൻ. അത് ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉണ്ടായ ഒരു ഗ്യാപ്പും കാര്യങ്ങൾക്കും വേണ്ടി 2020 മാർച്ചിൽ വീണ്ടും ഷൂട്ടിങ്ങിന് പോവുകയും ആ സമയത്താണ് ഈ കോവിഡ് എന്ന ഒരു മഹാമാരിയുടെ ഇതിന്റെ ലോകം മുഴുവൻ അകപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ ഇവിടെ റിസോർട്ടിൽ ആവുകയും ഒരു 3 മാസക്കാലത്തോളം ഞങ്ങൾക്ക് അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. ഈസ്റ്റർ ദിനത്തിൽ നമ്മളോട് കൂടെ ബ്ലെസ്സി സാറുണ്ട്. ആടുജീവിതത്തിന്റെ കഥകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീണ്ട 16 വർഷത്തെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ആടുജീവിതം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ അവിടുത്തെ ഈ ജോർദാനിലെ ഒരു ഈസ്റ്റർ കാലത്തിന്റെ വീഡിയോസ് അതിനുശേഷം പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയിലൂടെ നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പം നമ്മൾ വീണ്ടും ഒരു ഈസ്റ്റർ കാലത്താണ് ഇരിക്കുന്നത്, ഒരു ഈസ്റ്റർ ദിനത്തിലാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് നാട്ടിൽ ലോകവ്യാപകമായ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം ഏകദേശം മനുഷ്യരെല്ലാം കരകയറി കഴിഞ്ഞു. കോവിഡിനെ പലരും മറന്നു കഴിഞ്ഞു. പക്ഷേ വീണ്ടും നമ്മൾ ഇപ്പോൾ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലെസ്സി സാറിലേക്ക് വരുമ്പോൾ കോവിഡ് കാലത്ത് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് ഇപ്പോൾ അത്രത്തോളം കാലതാമസമെടുത്ത് വിപണിയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമാണ് മനുഷ്യരിലേക്ക്, കല ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളെല്ലാവരും കോവിഡ് കാലത്തെ ഓർക്കാൻ, അല്ലെങ്കിൽ അത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തെ ഓർക്കാൻ ഈ സിനിമയും ഒരു കാരണമാകുവാണ്. നമ്മൾ വീണ്ടും അല്പം പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. എങ്ങനെയാണ് സാർ ഇപ്പോൾ ലോകം മൊത്തം സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയത്ത് സാറ് 15 വർഷം അല്ലെങ്കിൽ ആ സമയത്ത് ഏകദേശം സാർ ഒരു 12 വർഷത്തോളം എടുത്ത് ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടി അധ്വാനിച്ചിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ ശൂന്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നു സാറിന്റെ മാനസികാവസ്ഥ? സാറിന്റെ ചിന്തകളിലൂടെ കടന്നുപോയത് എന്തൊക്കെയായിരുന്നു?
ഈ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോരുത്തർക്കും ചെറുതായാലും വലുതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരാളുടെ ഒരു വലിയ വേദന നമുക്ക് എത്രത്തോളം നമുക്ക് അപ്പൊ ഞാൻ പലപ്പോഴും ഇതിനെ ചിന്തിക്കുന്ന എനിക്കുണ്ട്. കാൽവറിയിലെ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ആണി തറച്ചിറങ്ങുമ്പോൾ ആ വേദന നമുക്ക് അനുഭവിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പം ഉണ്ടാകുന്ന വേദനയോ അതിനേക്കാൾ കൂടുതൽ ആണ് എന്നുള്ളത് നമുക്ക് മറ്റൊരാളുടെ വേദനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പലപ്പോഴും കഴിയില്ല, ആർക്കും കഴിയില്ല. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ അത്തരത്തിലുള്ള ആപേക്ഷികമായ കാര്യങ്ങളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അനുഭവിച്ച ചിലപ്പോൾ ഇതിലും വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു വലിയൊരു ടീം, ഒരു 10-80 പേരുടെ ഒരു ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്ന എനിക്ക് 80 വിവിധ തരത്തിലുള്ള ചിന്തകൾ ഉള്ള ആൾക്കാർ, വിവിധ ദേശക്കാർ, വിവിധ ഭാഷക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അവർക്ക് ചെറുതും വലുതുമായ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ പ്രയാസങ്ങൾ ഇപ്പൊ കടന്നു പോകുമ്പോൾ അവരെ ഒരു ഭയപ്പെടുത്താത്ത തരത്തിൽ, ഭീതി ഉണ്ടാക്കാവുന്ന തരത്തിൽ ഭക്ഷണം തീരുമോ, വെള്ളം തീരുമോ, ഇനി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റുമോ എന്താണെന്ന് മുന്നിലേക്ക് ഒന്നും അറിയാതെ നാട്ടിൽ നിന്നുള്ള ഈ മെസ്സേജുകളിൽ മാത്രം, ഞങ്ങൾക്ക് അവിടെ ഒരു മലയാളം ചാനലുകളോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെ ഇന്ത്യൻ ചാനലുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇത് മൊബൈലിൽ കൂടെ കിട്ടുന്ന വിവരങ്ങളിലാണ് എല്ലാവരും അതിന്റെ ഒരു ആശങ്കയിൽ കഴിയുന്ന ഒരു ടീമിനെ ഒരുമിച്ച് ഒന്നായി എന്തോ പ്രശ്നത്തിനെ നേരിടാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് അവിടെ നമ്മൾ നാനാ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് വിഷു കൊണ്ടാടി, ഈ ദുഃഖവെള്ളിയുടെ കുരിശിന്റെ വഴി ആചരിച്ചു. പിന്നീട് ഈസ്റ്റർ മുട്ടയൊക്കെ ഉണ്ടാക്കി നമ്മളെ തന്നെ അടുക്കളയിലൊക്കെ നമ്മുടെ ആൾക്കാർ കയറി പാചകം ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഒരു കൂട്ടായ്മ, അതായത് മനുഷ്യൻ അതിന് ജാതിയും മതവും വർഗവും ഒന്നുമില്ല എന്നുള്ളതും എല്ലാവരുടെയും മനുഷ്യന്റെ വികാരങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചാലുണ്ടാവുന്ന വലിയ സൗഹൃദത്തിന്റെ ഉദാഹരണമായിട്ടാണ് നമുക്കത് തോന്നിയിട്ടുള്ളത്. കോവിഡ് കാലത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോയി അവസാനം വെള്ളിത്തിരയിലേക്ക് എത്തിയ ആടുജീവിതത്തിന്റെ കഥകളാണ് സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആടുജീവിതത്തിന്റെ അമരക്കാരൻ ബ്ലസ്സി സാറുമുണ്ട്. SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. ഒരു സിനിമാ സെറ്റിൽ, ഇപ്പോൾ സിനിമാ സെറ്റുകളിൽ ക്രിസ്തുമസ് സംഭവിക്കാറുണ്ട്, ഓണമൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് പോകാറുണ്ടെങ്കിലും ഒരു കുരിശിൻ്റെ വഴി അത് കൃത്യമായിട്ട് വളരെ ഭക്തി നിർഭരമായി ഏകദേശം ജോർദാൻ ആണെങ്കിൽ പോലും നമുക്കൊരു കാൽവരി പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു ടറയിനിലൂടെ അങ്ങനത്തെ ഒരു കുരിശിൻ്റെ വഴിയൊന്നും ഇന്ന് വരെ ഒരു ഷൂട്ടിംഗ് സെറ്റുകൾക്കിടയിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കണിക്കൊന്ന പൂക്കൾ പോലെ തോന്നിക്കുന്ന ചില പൂക്കൾ കൊണ്ട്, അതായത് മൊത്തം ടീമംഗങ്ങൾ മുഴുവനും ഈ സാഹചര്യത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണല്ലോ. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എല്ലാ പരിപാടികളുടെയും ഭാഗമാകുന്നു. അപ്പോഴും ഇതെല്ലാം നടക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ എന്നായിരിക്കും തിരിച്ച് നാട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഒരു ധാരണ കിട്ടാനായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കൊന്നുമില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പ്രതീക്ഷയിൽ എല്ലാവരെയും നിർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഓക്കെ. SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് ആർജെ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. സർഗക്ഷേത്ര 89.6 FM ഈസ്റ്റർ സ്പെഷ്യൽ ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ബ്ലസ്സി സാറുണ്ട് നമ്മളുടെ കൂടെ. ആടുജീവിതത്തിൻ്റെ കഥകളിങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ
കോവിഡ് കാലത്ത് ജോർദാനിൽ വെച്ച് ടീം സ്റ്റക്കായി പോയ കഥകളിലൂടെയാണ്. അത് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അതെല്ലാം കഥകളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം രൂക്ഷമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിന്നും മെല്ലെ അല്പം വ്യത്യാസങ്ങൾ വന്നപ്പോൾ ജോർദാനിൽ നിന്ന് തിരിച്ച് ടീം നാട്ടിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടല്ലോ സാർ. അതിനുശേഷം പിന്നീട് എന്തൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഇല്ല, ജോർദാനിലെ ആ ഷെഡ്യൂൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അതിനുശേഷം നമ്മുടെ ഒരു വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റുകൾ വന്നതിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയും നമ്മളൊക്കെ ഏതാണ്ട് 1 മാസത്തോളം ക്വാറന്റൈനിൽ കഴിയുകയുണ്ടായി. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിദേശത്തുനിന്ന് വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ എന്തോ ഒരു വളരെ അവിടെയാണ് മനുഷ്യൻ ഇന്നും നമ്മുടെ എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇതിൽ വരുന്ന ആൾക്കാരോടുള്ള സമീപനത്തിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ചില അനുഭവങ്ങളോടൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 കൊല്ലക്കാലം ഇന്റർനാഷണൽ ട്രാവലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാർഗത്തിലുള്ള യാത്രകളോ ഒന്നും എല്ലാവർക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ വാക്സിനേഷൻ ലഭിക്കുന്നവർക്ക് മുൻഗണന ഒക്കെ പരിഗണിച്ച് കിട്ടുന്ന സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ അത് പിന്നീട് വീണ്ടും താമസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് 2022 വീണ്ടും നമ്മൾ ഷൂട്ടിങ് അൾജീരിയയിലേക്ക് എത്തുകയും കംപ്ലീറ്റ് ചെയ്യുകയും ജോർദാനിൽ വന്ന് ചിത്രീകരണം പൂർത്തിയാക്കുന്നത്. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 2022 അല്ലേ, 22 പൂർത്തിയാക്കുമ്പോഴും ഇത് റിലീസ് ചെയ്യേണ്ട ഈ സിനിമ പുറത്തിറങ്ങി കാണണമെന്ന് വിചാരിക്കുന്ന ഒരു വർഷത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മാസത്തെ പറ്റിയൊക്കെയുള്ള ഒരു ആലോചന അപ്പോൾ ഉണ്ടായിരുന്നോ? ഇതിന്റെ ഒരു പലതരത്തിലുള്ള എന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുണ്ട്. എന്റെ മ്യൂസിക് ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഒരു വലിയ സിനിമയുടെ ഒരു വലിയ ഘടകമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ വ്യക്തിത്വങ്ങളാണ് അതിന്റെ പിന്നിലുള്ളതെന്നുള്ളത് തന്നെ അത് നമുക്ക് അതിന്റെ ഒരുപാട് നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സാറിന്റെ ആ ഒരു ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ എത്തുവാണ്. എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് AR റഹ്മാൻ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകണം എന്നുള്ളൊരു ആലോചനയിലേക്ക് സാറ് എത്തിയത്? അദ്ദേഹത്തെ സമീപിച്ചത് ഒക്കെ എങ്ങനെയായിരുന്നു? അത് വളരെ മുമ്പ് 2016 എന്റെ സ്ക്രീൻ പ്ലേ എഴുതുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഒരു മ്യൂസിക് AR റഹ്മാൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നാകുക എന്നത്. ഇതിന് ഒരുപാട് മ്യൂസിക്കിന് ഒരുപാട് സാധ്യതയുള്ളത് സിനിമയും കൂടെ ആയതുകൊണ്ട് അപ്പം അദ്ദേഹത്തിന് ഇതിലേക്ക് എത്തുവാനായിട്ട് അദ്ദേഹത്തിന് നേരിൽ കാണുവാനായിട്ട് ഒരുപാട് ആ സമയത്ത് അദ്ദേഹം വളരെ തിരക്കുകളിലുള്ള ഓസ്കാറിന് ശേഷമൊക്കെ ഉള്ള ഒരു വലിയ തിരക്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിലേക്ക് എത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തിൽ എത്തുകയും അദ്ദേഹത്തിന് ഈ സിനിമയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം അന്ന് മുതൽ 2017 മുതൽ അദ്ദേഹവും എന്റെ ഈ യാത്രയോടൊപ്പം ഉണ്ട് ഇന്ന് വരെ. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലസ്സി. ഈസ്റ്റർ ദിവസം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഡയറക്ടർ ബ്ലസ്സി സാറിൻ്റെ ജീവിത കഥകളാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആടുജീവിതത്തിൻ്റെ കഥകളോടൊപ്പം തന്നെ അദ്ദേഹം ആടുജീവിതത്തിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ശരിക്കും സാർ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ വായിച്ചിട്ടും പല ഇൻ്റർവ്യൂകളിൽ സാറ് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. 18 വർഷക്കാലം സാർ അസിസ്റ്റൻ്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ മലയാള സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു, ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആടുജീവിതത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 15 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ആടുജീവിതം. ശരിക്കും ഈ ഇത്രയും കാലം, ഇത്രയും സമയം കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ പിന്നണിയിൽ സ്വതന്ത്ര സംവിധായകനാകാൻ വേണ്ടി 18 വർഷം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ വളരെ വലിയൊരു ക്ഷമയുടെ ഒരു തലമുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു സാഹചര്യത്തിൽ
ഇതിനെയൊക്കെ തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിലൂടെ സാർ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഇന്നത്തെ പോലെ ഒരു സിനിമയിലേക്ക് പ്രാപ്യമാകുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. ഇന്ന് സിനിമ അത്ര എളുപ്പമായിരുന്ന കാലഘട്ടമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷമയോടെയുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം വരെയും കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ ഉള്ള വചനം എനിക്ക് ഏറ്റവും ആദ്യം അർത്ഥവത്താക്കിയത് അങ്ങനെ തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ മറ്റു പല പണികളിലേക്ക് പോകാമായിരുന്നു. പക്ഷെ എന്റെ കാത്തിരിപ്പ് എനിക്കൊരു ഫിലിം മേക്കർ ആകണമെന്നുള്ള എന്റെ മനസ്സിന്റെ ആഗ്രഹം തന്നെയായിരുന്നു. പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഫോക്കസ് എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് സാർ. കാരണം ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈസ്റ്റർ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തിരക്കുള്ള ഒരു ദിവസമാണ്. സിനിമ ഇറങ്ങി ഒരുപാട് ഇടങ്ങളിൽ സിനിമ ചർച്ച ചെയ്യുന്നു, ആയിരക്കണക്കിന് ആളുകൾ സിനിമ ഇഷ്ടപ്പെട്ടു, വളരെ നല്ല സിനിമയാണ്, മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഇടങ്ങളിൽ സാറിന് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരേണ്ട ഒരു ദിവസം, ഒപ്പം വീട്ടിലെ പരിപാടികൾ അല്ലെങ്കിൽ പള്ളി മറ്റ് പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി തിരക്കുകൾ, ഇതിനെല്ലാത്തിനും ഇടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച് ആടുജീവിതത്തിൻ്റെ കഥകളുമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് ഈസ്റ്ററിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുവാണ്. ഓക്കെ, അപ്പം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും എന്റെ ഈസ്റ്ററിന്റെ ആശംസകൾ ഒരിക്കൽ കൂടെ നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വളരെ ആശംസകൾ. സിനിമ കാണാത്തവർ സിനിമ കാണുവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. വളരെ സന്തോഷം ഈ ഈസ്റ്റർ ദിനത്തിൽ സാറ് അതിഥിയായിട്ട് എത്തിയതിൽ. എല്ലാവരും സിനിമ കാണും. വളരെ ഗംഭീരമാകട്ടെ. എല്ലാവിധ ആശംസകളും. SK ഹോട്ട്സ്പോട്ട് RJ വിനുവിനൊപ്പം ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ബ്ലെസ്സി. 89.6 സർഗക്ഷേത്ര.